വെള്ളാപ്പള്ളി ആൻഡ് കമ്പനി എന്നാണ് SNDP പലരും വിളിക്കാറ്. ശരിയാണ്. ഈ വെള്ളാപ്പള്ളി SNDPയുടെ പ്രസിഡന്റ് ആരാണെന്ന് സൈഫുന് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഡോക്ടർ സോമൻ എന്ന് പറയുന്നത്. അതിന് മുമ്പ് ആരാണെന്ന് അറിയാമോ? ഇല്ല. നമുക്ക് ആകെ അറിയാവുന്ന വെള്ളാപ്പള്ളി നടേശൻ, മകൻ തുഷാർ. ഇതാണ് പ്രശ്നം, ഇതാണ് പരിപാടി. ഇതൊരു സ്വന്തം പ്രസ്ഥാനമാണ്. SNDP ഒരു 1903 ഒരു നോൺ പ്രോഫിറ്റ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയ ഒരു കഷ്ടകാലത്തിന് രജിസ്റ്റർ ചെയ്യപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇത് കമ്പനി നിയമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വരും, പല നിയമങ്ങളുമൊക്കെ പാലിക്കേണ്ടി വരും. അപ്പോൾ പല കേസുകളും പല കാലത്ത് വെള്ളാപ്പള്ളി നടേശനെതിരെ മുമ്പും SNDPക്കകത്ത് മുമ്പും അടിയും യുദ്ധങ്ങളും ശ്രീനാരായണ ഗുരു തന്നെ പിണങ്ങി പോവുക ഒരുപാട് ചരിത്രം ഇതിനകത്തുണ്ട്. ഈ ഏറ്റവും അവസാനം ഒരു കേസ് സുപ്രീം കോടതി കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ പറ്റിയൊരു പ്രശ്നം, കൃത്യമായി കണക്ക് കൊടുക്കണം. കമ്പനിയാണെങ്കിൽ, ട്രസ്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള സാധനമാണെങ്കിലും സൗകര്യമില്ല കണക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞാൽ അതൊരു ഇതൊക്കെ കാണിച്ച് അങ്ങ് കൊടുത്താൽ മതി. കമ്പനി ആക്ടിൻ്റെ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതായതുകൊണ്ട് കണക്ക് കൃത്യമായി കൊടുത്തില്ലെങ്കിൽ ഡയറക്ടർമാരുടെ DIN എന്ന് പറയുന്ന ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ബ്ലാക്ക് ലിസ്റ്റഡ് ആവും. അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഡയറക്ടർ അല്ല. 2015 വെള്ളാപ്പള്ളി നടേശൻ ഇലക്ഷന് മത്സരിക്കുമ്പോൾ, ഒരു ഇലക്ഷന് മത്സരിക്കും, ഒരുപാട് ഇലക്ഷനിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട്, ഒരിക്കലും തോറ്റിട്ടില്ല. ആ സമയത്ത് ആശാൻ്റെ DIN പോയിരുന്നു, മകൻ്റെ DIN പോയിരുന്നു, വേറെ കുറേ പേരുടെ DIN പോയിരുന്നു. ഈ DIN ഇല്ലാത്ത ആളുകളെല്ലാം കൂടെ പോയി ഇലക്ഷന് മത്സരിക്കുന്നു, വിച്ച് ഈസ് ലീഗലി നോട്ട് കറക്റ്റ്. ഇനിയിപ്പോൾ DIN ആയിട്ട് വന്നാലും വന്നില്ലെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ ജയിക്കും, ഇനി ഇലക്ഷൻ നടത്തിയാലും ജയിക്കും, അത് വേറെ കാര്യം. പക്ഷേ നിയമത്തിൻ്റെ നൂലാമാലയിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ കേസ് ഇതാണ്. അങ്ങനെ ഡയറക്ടർ ആവാൻ യോഗ്യതയില്ലാത്ത DI ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്ത ഒരാൾക്ക് ഒരു കമ്പനിയുടെ ഡയറക്ടർ ആകാൻ പറ്റുമോ? പറ്റില്ല എന്ന് കോടതി വിധിച്ചു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് സാധനം. ഇനി ഇവരെ മുഴുവൻ പിരിച്ചു വിട്ടിട്ട് നിങ്ങൾ ഇനി തിരിച്ചു വന്നിട്ട് വീണ്ടും ഇതൊക്കെ ആക്കിയിട്ട് വേറെ രീതിയിൽ മത്സരിക്കാൻ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ ജയിക്കും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അത് SNDP മാത്രമല്ല, പല സംഘടനകളും പ്രാതിനിധ്യ വോട്ടാണ്. ഈ പ്രാതിനിധ്യ വോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രീയ പാർട്ടികളിലെ വോട്ട് പോലെയാണ്. ജനാധിപത്യം ഉണ്ടെന്ന് പറയുന്ന പാർട്ടികളുടെ ആണെങ്കിലും താഴെത്തട്ടിൽ നിന്ന് 10 പേരിൽ ഒരാളെ തിരഞ്ഞെടുക്കും, ആ പല 10 ചേർന്നിട്ട് അവിടുന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അപ്പോൾ വെട്ടാനുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പോൾ 200 പേരിൽ ഒരാൾക്ക് വോട്ട്, അങ്ങനെയാണ്. അപ്പോൾ കമ്പനിയിലെ അംഗങ്ങളാണെങ്കിൽ കമ്പനിയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറൊരു വലിയ കേസ് നടക്കുന്നുണ്ട് ഇപ്പോഴും സുപ്രീം കോടതിയിൽ. അപ്പോൾ ഇതെല്ലാം നിയമത്തിൻ്റെ നൂലാമാലയാണ്.